ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. ഓക്കെ, ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ് നമ്മൾ കുറച്ച് ഒരു 5 ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? CPU യൂട്ടിലൈസേഷൻ, ത്രൂപുട്ട്, വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം, കംപ്ലീഷൻ ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ CPU ഷെഡ്യൂളിങ്ങിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ്. ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് അൽഗോരിതം, ഏത് അൽഗോരിതമാണ് ബെറ്റർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് അൽഗോരിതം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു നമ്മൾ പഠിച്ച ഫസ്റ്റ് അൽഗോരിതം? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വരുന്ന ആൾക്ക് ആദ്യം CPU കൊടുക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം. ഓക്കെ, അത് നോക്കിയതായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു അത് എപ്പോഴും എങ്ങനെയായിരിക്കും? നോൺ പ്രിയംറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ ഒരു കോൺവോയ് എഫക്ട് എന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട്. നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താ? ഇംപ്ലിമെന്റേഷനും എളുപ്പമാണ്, അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അവിടെ ഇല്ല. അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് അൽഗോരിതം ആണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ, ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം പറഞ്ഞത് എന്താണ്? റെഡി ക്യൂവില് ആദ്യം വരുന്ന ആരാണോ അവർക്ക് CPU കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവില്. ഷോർട്ടസ്റ്റ് ജോബ് പറയുന്നത് എന്താ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അതിന്റെ വേറൊരു പേരാണ് കേട്ടോ ഷോർട്ടസ്റ്റ് ജോബ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രോസസ്സിനാണോ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് കുറവ്, ഓക്കെ, അതിന് CPU കൊടുക്കുക എന്നാണ് അൽഗോരിതം പറയുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഏതാണോ അതിന് CPU കൊടുക്കാം. ഓക്കെ, ഇത് രണ്ട് വേർഷനും ഉണ്ട്. പ്രിയംറ്റീവ് വേർഷനും ഉണ്ട്, നോൺ പ്രിയംറ്റീവ് വേർഷനും ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എപ്പോഴും നോൺ പ്രിയംറ്റീവ് ആയിരിക്കും, അതിനകത്ത് പ്രിയംറ്റീവ് വരത്തില്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്ത് പ്രിയംറ്റീവ് വേർഷൻ ഇല്ല. SJF എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്. ഇത് പ്രിയംറ്റീവ് ആവാം, നോൺ പ്രിയംറ്റീവും ആകാം. ഓക്കെ, പ്രിയംറ്റീവ് SJF എന്ന് പറഞ്ഞാൽ നോർമൽ SJF എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് SJF എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? നോൺ പ്രിയംറ്റീവ് വേർഷൻ ആയിരിക്കും. ഇനി പ്രിയംറ്റീവ് SJFന്റെ വേറൊരു പേരിലാണ് പറയുന്നത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നാണ് അതിന് പറയാം കേട്ടോ. പ്രീഎംറ്റീവ് SJFനകത്ത് തന്നെ നമ്മൾ പ്രീഎംറ്റീവ് വേർഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് പറയും. അപ്പം ഇനി ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറഞ്ഞേ? റെഡി ക്യൂവിൽ കിടക്കുന്ന പ്രോസസ്സിൽ ഏത് പ്രോസസ്സിനാണോ ബേസ്റ്റ് ടൈം ഏറ്റവും കുറവ്? ഓക്കെ, ഏത് പ്രോസസ്സിനാണ് ബേസ്റ്റ് ടൈം ഏറ്റവും കുറവ്? ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? CPU എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പം ബേസ്റ്റ് ടൈം ഏതാണോ കുറവ് ആ പ്രോസസ്സിനാണ് CPU കൊടുക്കുക എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ റെഡി ക്യൂവിൽ കിടക്കുന്ന പ്രോസസ്സ്, ഓക്കെ, റെഡി ക്യൂവിൽ കിടക്കുന്ന പ്രോസസ്സിന്റെ എല്ലാത്തിന്റെയും ബേസ്റ്റ് ടൈം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനകത്ത് ഏത് പ്രോസസ്സാണ് ചെറുതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? ഇത് ഓരോ ടൈമിൽ, അതായത് 0th ടൈമിൽ ഒരു പ്രോസസ്സ് വരുന്നു, 1ാമത്തെ സെക്കൻഡിൽ അടുത്ത പ്രോസസ്സ് വരുന്നു, 2ാമത്തെ സെക്കൻഡിൽ അടുത്ത പ്രോസസ്സ് വരുന്നു. ഇങ്ങനെ പ്രോസസ്സ് എന്താണ്? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ആ പ്രോസസ്സ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്താ അറിയാൻ പറ്റുള്ളൂ? അതിന്റെ ബേസ്റ്റ് ടൈം അറിയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ മുൻകൂട്ടി നമുക്ക് ബേസ്റ്റ് ടൈം അറിയാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, പക്ഷെ തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അൽഗോരിതം, ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനകത്ത് ഏറ്റവും ബെറ്റർ അൽഗോരിതം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും ബാക്കിയുള്ള അൽഗോരിതത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും ഒക്കെ കുറവുള്ള അൽഗോരിതം ആയിരിക്കും എന്തെന്ന് പറയാം? ബെറ്റർ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഈ SJFനകത്ത് നമ്മൾ SJF ഒരു പ്രോബ്ലം നമ്മൾ SJF അതായത് ഷെഡ്യൂളിംഗ് അൽഗോരിതം SJF ആണെങ്കിൽ അതിന്റെ വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും ഒക്കെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത് എന്താണ് തിയറിറ്റിക്കലി നല്ല അൽഗോരിതം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി നമുക്ക് എല്ലാ പ്രോസസ്സിനും ഫസ്റ്റ് ടൈം അറിയണം. ഓക്കെ, അപ്പൊ അതങ്ങനെ അറിയാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയതാണ്.
എക്സ്പോണൻഷ്യൽ ആവറേജ് എന്നൊക്കെ പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രോസസിന്റെ ഒരു നമുക്ക് ഗസ് ചെയ്തല്ല നമ്മള് എന്താ പറയാ ഇത് ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞ നേരത്തെ മുൻകൂട്ടി ബസ് ടൈം അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സിസ്റ്റത്തിൽ എന്താണ് അറിയാൻ പറ്റും. ഹലോ മിസ്, ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പൊ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്രോസസ്സിനാണോ ബേസ്റ്റ് ടൈം കുറവ് ആ പ്രോസസ്സിന് CPU കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. നോർമൽ SJF എന്ന് പറയുന്നത് നോൺ പ്രീഎംറ്റീവ് ആയിരിക്കും. ഓക്കെ. പ്രീഎംറ്റീവ് SJF-ന് നമ്മൾ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്നാണ് പറയാം. അപ്പം ഒരു പ്രോസസ്സ് എല്ലാം നമ്മുടെ റെഡിക്യൂലുള്ള എല്ലാ പ്രോസസ്സിനെ ബേസ്റ്റ് ടൈം മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏറ്റവും കുറഞ്ഞ ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിന് കൊടുക്കണല്ലോ. അപ്പം എല്ലാ പ്രോസസ്സിന്റെയും ബേസ്റ്റ് ടൈം അറിഞ്ഞാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് പ്രോസസ്സിനാണ് ബേസ്റ്റ് ടൈം കുറവെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ബാച്ച് സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്താണ് എല്ലാത്തിനും ടൈം കൊടുത്തിട്ടുണ്ട്. ടൈം ഷെയറിംഗ് സിസ്റ്റം പോലെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ടൈം നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റും, ബേസ്റ്റ് ടൈം അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെയുള്ള മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ബേസ്റ്റ് ടൈം നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റത്തില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അറിയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പ്രാക്ടിക്കലുള്ള ഇംപ്ലിമെന്റേഷൻ പോസിബിൾ അല്ലെന്നാണ് പറയാം. പിന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ അൽഗോരിതം ആയിട്ട് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. എപ്പോഴും SJF ആണ് നമ്മൾ ബെറ്റർ അൽഗോരിതം ആയിട്ട് പറയുന്നത്. കാരണം അതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. SJF used to be course. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇതിന്റെ അകത്ത് പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? P0, P1, P2, P3, P4, P5. അറൈവൽ ടൈം തന്നിട്ടുണ്ട് 1, 2, 0, 3, 2, 5. ബേസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. അത്രയും നമുക്ക് എടുക്കാം. ആദ്യത്തെ 3 കോളം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. പ്രോസസ്സും അറൈവൽ ടൈമും ബേസ്റ്റ് ടൈമും. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സ് റെഡി ക്യൂവിൽ എത്തുന്ന ടൈമാണ് അറൈവൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാൺ ചാർട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് 0th ടൈമില് ഏതൊക്കെ പ്രോസസ്സ് റെഡി ക്യൂവിൽ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 0th ടൈമില് ഏതൊക്കെ പ്രോസസ് ആണ് റെഡി ക്യൂവിൽ ഉള്ളത്? 0th ടൈമില് അറൈവൽ ടൈം ആണ്. അറൈവൽ ടൈം 0യില് ഏത് പ്രോസസ് ആണ് റെഡി ക്യൂവിലോട്ട് വരുന്നത്? P2. അപ്പൊ നമ്മള് P2ന് എന്താണ് CPU ആദ്യമേ കൊടുത്തു. അതാണ് ഗാൺ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 0th ടൈമിൽ P2ന് നമ്മൾ CPU കൊടുത്തു. ഇനി നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് CPU കൊടുത്താല് നമ്മൾ ആ പ്രോസസ്സിന്റെ ബേസ്റ്റ് ടൈം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് വിട്ടുകൊടുക്കുള്ളൂ CPU-ന്. അപ്പൊ P2ന് CPU കൊടുത്താല് P2ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ആ 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ P2 എന്ത് ചെയ്യും? CPU-നെ വിട്ടുകൊടുക്കും. ഓക്കെ ആണോ? അപ്പൊ ആ 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോൾ റെഡി ക്യൂവിൽ ഏതൊക്കെ പ്രോസസ് ഉണ്ടാവും? P0 മാത്രം. P0യും P1 ഉണ്ടാവില്ലേ? P0യും ഉണ്ടാവും, P1 ഉണ്ടാവും. P1 2 വരുമല്ലോ. P1 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ വരുമല്ലോ. അപ്പം റെഡി ക്യൂവിൽ ഏതൊക്കെ പ്രോസസ് ഉണ്ട്? P0യും P1 ഉണ്ട്. ഓക്കെ. P0യുടെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3ഉം P1ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6. ഓക്കെ. നമ്മുടെ അൽഗോരിതത്തിന്റെ പേരെന്താ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഇതിന്റെ അകത്ത് ഷോർട്ടസ്റ്റ് ബേസ്റ്റ് ടൈം ഏതിനാണ്? P0ക്കാണ് അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്തു? 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡില് CPU ആർക്ക് കൊടുത്തു? P0ക്ക് കൊടുത്തു. ഓക്കെ ആണോ? ഇനി P0ക്ക് കൊടുത്താൽ P0യുടെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് 2ല് തുടങ്ങി 3 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് 5 ആകുമ്പോൾ P0 എന്ത് ചെയ്യും? CPU-നെ വിട്ടുകൊടുക്കും. ഓക്കെ. 5 ആകുമ്പോൾ CPU വിട്ടുകൊടുക്കും. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സ് റെഡി ക്യൂലുണ്ട്? ഇപ്പം P2 കംപ്ലീറ്റ് ചെയ്തു, P0 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏതൊക്കെ പ്രോസസ്സ് റെഡി ക്യൂലുണ്ട്? എപ്പോഴാണ് CPU വിട്ടുകൊടുക്കുന്നത്? 5 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P0 വിട്ടു. അപ്പോൾ റെഡി ക്യൂല് ആരൊക്കെ ഉണ്ട്? P1,
ആ P3, ആ P4, P5. ആ P5. ആ 4 പ്രോസസ്സും റെഡിക്യൂലുണ്ട്. P1, P3, P4, P5. 4 പ്രോസസ്സും റെഡിക്യൂലുണ്ട്. അക്കോർഡിംഗ് ടു SJF നമ്മൾ ഏത് പ്രോസസ്സിന് കൊടുക്കും? ആ 4 പ്രോസസ്സിലെ ഏതിനാണ് ബേസ്റ്റ് ടൈം കുറവ്? ആ 4 പ്രോസസ്സിൽ ഏതിനാണ് ബേസ്റ്റ് ടൈം? P1ന്റെ 6 ആണ്, P3യുടെ 7 ആണ്, P4ന്റെ 4 ആണ്, P5ന്റെ 5 ആണ്. അപ്പൊ നമ്മൾ ഏതിന് കൊടുക്കും? P4. P4. ബേസ്റ്റ് ടൈം കുറവുള്ളത് P4 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 5 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P4ന് കൊടുത്തു. P4ന് കൊടുത്താൽ P4ന്റെ ബേസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വിട്ടുകൊടുക്കുള്ളൂ. P4ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആയതുകൊണ്ട് 5 തുടങ്ങിയിട്ട് 9 ആയപ്പോൾ P4 എന്ത് ചെയ്തു? CPU-നെ വിട്ടുകൊടുത്തു. ഓക്കെ, ഇനി നമ്മള് എല്ലാ പ്രോസസ്സും വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ബേസ്റ്റ് ടൈം നോക്കി അങ്ങ് അലോക്കേറ്റ് ചെയ്ത് വിട്ടാൽ മതി. നമ്മൾ P4ന് കൊടുത്തു. ഇനി എന്തിനൊക്കെ കൊടുക്കണം? P1 ഉണ്ട്, P3 ഉണ്ട്, P5 ഉണ്ട്. അതിൽ ആർക്കാണ് ഏറ്റവും കുറവ്? P5 അല്ലേ? P5. P5ന് കൊടുത്തു. 9ല് P5ന് കൊടുത്തു. ഓക്കെ, ഇനി P5ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 9 5 14ല് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ബേസ്റ്റ് ടൈം കുറവുള്ളത് ആരാണ്? P1 ആണ് അല്ലെ? അപ്പൊ 14ല് P1ന് കൊടുക്കും 6. 14 + 6 20ല് P1 CPU-നെ വിട്ടുകൊടുക്കും. പിന്നെ കൊടുക്കാനുള്ള ആർക്കാണ്? P3ക്കാണ്. P3ക്ക് 20ല് കൊടുത്ത് 27 കൊടുക്കും. അപ്പൊ ഇതാണ് ഗാൺ ചാർട്ട് വരുന്നത്. ഗാൺ ചാർട്ട് മനസ്സിലായോ? ഓക്കെ, ഗാൺ ചാർട്ട് ഇത് നോൺ പ്രിയംറ്റീവ് ആയതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണെന്ന് നോക്കിയാലേ. P0യുടെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് 5, P1ന്റേത് 20, P2ന്റേത് 2, P3യുടേത് 27, P4ന്റേത് 9, P5ന്റേത് 14. ഓക്കെ, കംപ്ലീഷൻ ടൈം കറക്റ്റ് ആണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. അപ്പൊ 5 - 1 4, 20 - 2 18, 2 - 0 2, 27 - 3 24, 9 - 2 7, 14 - 5, 14 - 5. അത് തെറ്റല്ലേ? ഈ 5ന്റെ ടേൺ അറൗണ്ട് ടൈം 9 ആണ് ഇവിടെ കേട്ടോ. ഇനി അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈമിന്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് ശരിയാണോ? വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബസ് ടൈം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കംപ്ലീഷൻ ടൈം മൈനസ് ബസ് ടൈം എന്നാണ്. ഇതൊക്കെ ഞാൻ തിരുത്തിയിട്ട് നോട്ട് ഒന്നുകൂടെ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും നമ്മൾ കണ്ടുപിടിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതുപോലെ ആദ്യമേ ഗാൺ ചാർട്ട് വരയ്ക്കുക. ഗാൺ ചാർട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ടേബിള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും നമ്മൾ കണ്ടുപിടിക്കണം. അതൊന്ന് നോക്കിയേ. ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ അൽഗോരിതം ആണ് ബെറ്റർ. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ട് FCFS-ഉം SJF-ഉം പ്രയോറിറ്റി ഒക്കെ ചെയ്യാൻ വേണ്ടി വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് അൽഗോരിതം ആണ് ബെറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ അൽഗോരിതത്തിന്റെയും ഇതേ സെയിം പ്രോബ്ലം വെച്ചിട്ട് തന്നെ എല്ലാ അൽഗോരിതത്തിന്റെയും ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിച്ചിട്ട് വെയിറ്റിംഗ് ടൈം കുറവുള്ള ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈമും കുറവുള്ള അൽഗോരിതം ഏതാണോ ഇതാണ് ബെറ്റർ എന്ന് നമ്മൾ പറയണം. ഓക്കെ, അതിനാണ് പ്രോബ്ലം ചോദിക്കാറ്. അല്ലെങ്കിൽ ചുമ്മാ ആവറേജ് വെയിറ്റിംഗ് ടൈമും ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇത് നോൺ പ്രിയംറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ ചാർട്ട് വരച്ചത് എങ്ങനെയാണ്? നോൺ പ്രിയംറ്റീവ് ആണ്. ഇനി ഇതിന്റെ പ്രിയംറ്റീവ് വേർഷനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്, SRTF. ഇത് പ്രിയംറ്റീവ് SJF. പ്രിയംറ്റീവ് SJF ഈസ് കോൾഡ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പ്രിയംറ്റീവ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ, നോക്കാം. കാണാലോ അല്ലെ? ക്വസ്റ്റ്യൻ കാണാലോ അല്ലെ? സീറോത്ത് ടൈമിലാണല്ലോ നമ്മുടെ ഗാൺ ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോത്ത് ടൈമിൽ ഏത് പ്രോസസ് ആണ് റെഡി ക്യൂല് വന്നത്? ഏത് പ്രോസസ് റെഡി ക്യൂല് വന്നു? P2 വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായാലും നമുക്ക് സീറോത്ത് ടൈമിൽ വേറെ പ്രോസസ് ഒന്നുമില്ല, നമുക്ക് P2ന് കൊടുത്തേ പറ്റൂ. ഓക്കെ ആണോ? അയ്യോ, ഇത് തെറ്റാണല്ലോ.
തെറ്റാണ്, ഞാനിത് മാറ്റി തരാം കേട്ടോ. 0th ടൈമിൽ P2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മള് പ്രീഎംപ്റ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട, നമ്മൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. അതായത് നമ്മൾ അറൈവൽ ടൈം നോക്കാം. ഓക്കെ, അറൈവൽ ടൈം എന്ന് പറയുന്നത് 0ൽ വരുന്ന പ്രോസസ് ഉണ്ട്, 1ൽ വരുന്ന പ്രോസസ് ഉണ്ട്, 2ൽ വരുന്ന പ്രോസസ് ഉണ്ട്, 3ൽ വരുന്നതുണ്ട്, 6ൽ വരുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അതായത് ഞാൻ 0ൽ P2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ P2 1 മില്ലി സെക്കൻഡ്, P2ന്റെ ബേസ് ടൈം എത്രയാ? P2ന്റെ ബേസ് ടൈം എത്രയാ? 2 ആണല്ലോ അല്ലെ? P2 സ്റ്റാർട്ട് ചെയ്തു, 0ൽ P2 സ്റ്റാർട്ട് ചെയ്തു. P2ന്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, നമ്മൾ പ്രീഎംപ്റ്റീവിനകത്ത് പറയുന്നത് എന്താണ്? ഓരോ മില്ലി സെക്കൻഡിലും വരുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനേക്കാളും ബേസ് ടൈം കുറവാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ലേ, സ്വിച്ച് ചെയ്യണമെന്നല്ലേ. അപ്പൊ SJF-നകത്ത് പ്രീഎംപ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈം കുറവാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. വരുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറവാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്നതിന് CPU കൊടുക്കണം. അതാണ് നമ്മൾ എന്ത് പ്രീഎംപ്റ്റീവ് SJF പറയുന്നത്. പിടികിട്ടിയോ? ഞാൻ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയും സർ. അതായത് പ്രീഎംപ്റ്റീവ് SJF എന്ന് പറഞ്ഞാല് നമ്മള് 0th ടൈമിൽ ഏത് പ്രോസസ്സിനാണെന്ന് വെച്ചാൽ CPU കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് 1ാമത്തെ മില്ലി സെക്കൻഡ് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈമും ആ 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ എത്തുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈമും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് SJF പറയുന്നത് എന്താ? ഷോർട്ടസ്റ്റ് ജോബിന് കൊടുക്കണം എന്നാണല്ലോ. അപ്പം ആ വരുന്ന പ്രോസസ്സിനാണ് ബേസ് ടൈം കുറവെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്ന പ്രോസസ്സിന് CPU കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇത് എങ്ങനെയാന്ന് ആദ്യമേ പറയാം. 0ൽ P2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വേറെ പ്രോസസ് ഒന്നും ഇല്ല, പ്രശ്നമില്ല. ദെൻ 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോൾ, ഇവിടെ 2 അല്ല കാണിച്ചിരിക്കുന്നത്, അത് നോക്കണ്ടേ. 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോ ഏത് പ്രോസസ്സ് വരും? ഏത് പ്രോസസ്സ് വരും? P0 വരും. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഏതാണ്? P2 ആണ് അല്ലെ? P2 ആണ്. P0 വന്നു. P0യുടെ ബേസ് ടൈം ഏതാണ്? 3 ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് നമ്മൾ 1 മില്ലി സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എത്ര സെക്കൻഡ് ഉണ്ട്? 1 മില്ലി സെക്കൻഡ് ആണ്. അപ്പൊ ഏതാണ് ചെറുത്? P2 തന്നെ. അപ്പൊ എന്ത് ചെയ്യും? ഒന്നിലും ആര് തന്നെ ചെയ്യും? P2 തന്നെ ചെയ്യും. ഓക്കെ, ഇനി 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P2വിന്റെ ബേസ് ടൈം കഴിഞ്ഞു. ഓക്കെ, P2 റെഡി ക്യൂവിൽ നിന്ന് പോയി. അപ്പോ ആരൊക്കെ റെഡി ക്യൂൽ ഉണ്ട്? P1 വന്നു, P0 വന്നു, P1 വന്നു, P4 വന്നു. ഇല്ലേ? 3 ഇല്ലേ? P0 ഉണ്ട്, P1 ഉണ്ട്, P4 ഉണ്ട്. ഓക്കെ, ഇനി അതില് ബേസ് ടൈം കുറവ് ഏതിനാന്ന് നോക്കിക്കേ. P0. 3 ബേസ് ടൈം കുറവുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? 2വില് എന്തായാലും P0ക്ക് കൊടുക്കും. ഓക്കെ, 2വില് P0ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ, ഓക്കെ, 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന P0 ആണല്ലോ. P0യുടെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു, ബാക്കി 2 മില്ലി സെക്കൻഡ് ചെയ്യാൻ കിടക്കുക. അപ്പൊ ഏത് പ്രോസസ്സ് വന്നു നോക്കിയേ? P3 വന്നു. പക്ഷെ P3യുടെ ബേസ് ടൈം എത്രയാ? 7 ആണ്. അപ്പൊ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് തന്നെയാണ് ബേസ് ടൈം കുറവ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3ലും P0 തന്നെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഇനി 4 എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ പ്രോസസ് ഒന്നും വരുന്നില്ലല്ലോ. 4ല് ഇല്ല, ഒന്നും വരുന്നില്ല. 5 എത്തിയപ്പോ ആക്ച്വലി P0 കംപ്ലീറ്റ് ചെയ്തു അല്ലെ? P0യുടെ ബേസ് ടൈം കഴിഞ്ഞു. 3 മില്ലി സെക്കൻഡ് എത്തിയപ്പോ P0 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ റെഡി ക്യൂല് ഏതൊക്കെയുള്ളത്? P1 ഉണ്ട്, P4 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. അത്രയുണ്ട്. P1 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. അതിന്റെ 3ന്റെയും ബേസ് ടൈം ഏതിനാണ് കുറവ്? P4. അപ്പൊ 5ൽ ആർക്ക് കൊടുക്കും? P4ന് കൊടുക്കും. ഓക്കെ, P4 5ൽ സ്റ്റാർട്ട് ചെയ്ത് 6 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോ നോക്കുക, 6 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പം ഏത് പ്രോസസ്സ് വന്നു? P5 വന്നു.
ഓക്കെ, അപ്പൊ P5ന്റെ ബേസ് ടൈം എത്രയാ? 2. P5ന്റെ ബേസ് ടൈം 2. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന P4ന്റെ ബേസ് ടൈം എത്രയാ? 4 ആണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പം 1 കഴിഞ്ഞു 3 ആയി. അപ്പൊ ഏതാണ് കുറവ്? P5. P5. അപ്പൊ ആക്ച്വലി ഇവിടെ 6ൽ എന്ത് ചെയ്യണമായിരുന്നു? 6ൽ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ, 6ല് P5 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് കറക്റ്റ് ആട്ടോ. 6ല് P5 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അത്ര ഓക്കെ ആയില്ലേ? ഇനിയിപ്പോ നമ്മൾ അറൈവൽ ടൈം ഒന്നും നോക്കണ്ട. ഇപ്പൊ ആക്ച്വലി ഇനി ചെയ്യാനുള്ള പ്രോസസ് എല്ലാം എവിടെ വന്നു? കാരണം 6 വരെയാണ് അറൈവൽ ടൈം ഉള്ളൂ അല്ലെ? അപ്പൊ 6 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറൈവൽ ടൈമിലോട്ട് നോക്കണ്ട. ഇവിടെയുള്ള അറൈവൽ ടൈം ഉള്ള ഓരോ വാല്യൂസ് എത്തുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. 6 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ, പിന്നെ നമ്മൾ ബേസ് ടൈം മാത്രം നോക്കി എന്ത് ചെയ്താൽ മതി? വിട്ടാൽ മതി. അതായത് 6ല് P5 കൊടുത്തെങ്കിൽ P5 എപ്പോ കംപ്ലീറ്റ് ചെയ്യും? 6 2 8ല് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ബാക്കിയെല്ലാം റെഡി ക്യൂല് വന്ന് കിടക്കുമല്ലേ. പിന്നെ ഷോർട്ടസ്റ്റ് ഏതാണ്? P4 അല്ലേ? P4ന് 3 എണ്ണം ചെയ്യാനുണ്ട് അല്ലെ? P4 ഒന്ന് കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ. P4 ഒന്ന് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി 3 ചെയ്യാനുണ്ടല്ലോ. അപ്പൊ 8ല് സ്റ്റാർട്ട് ചെയ്യും, 11ല് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, പിടിയോ? P4ന്റെ ആകെ ബേസ് ടൈം 4 ആയിരുന്നു. ഇവിടെ ഒരു ബേസ് ടൈം നമ്മൾ എടുത്തായിരുന്നു, 5 to 6 4 ചെയ്തായിരുന്നു. ഓക്കെ, ദെൻ 8ല് 8 തൊട്ട് 11 വരെ ആരായിരിക്കും? P4 ചെയ്യും. ഓക്കെ, പിന്നെ ആരാണുള്ളത്? P4 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് P1ഉം P3 ആണുള്ളത് അല്ലെ? P1ഉം P3 ആണുള്ളത്. അതിന്റെ ബേസ് ടൈം കുറവെന്ന് പറഞ്ഞാൽ P1നാണ്. അപ്പൊ 11ൽ ആർക്ക് കൊടുക്കും? P1ന് കൊടുക്കും. പിന്നെ 17ല് P1 റിലീസ് ചെയ്യും. പിന്നെ ആർക്ക് കൊടുക്കും? P3 കൊടുക്കും. ഗാൺ ചാർട്ട് ശരിയാണ് കേട്ടോ, കറക്റ്റാ. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ പ്രീഎംപ്റ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ അറൈവൽ ടൈം നോക്കാം. ഓരോ സെക്കൻഡിലും ഓരോ അറൈവൽ ടൈമും ഓരോ വാല്യൂസ് വരുന്നില്ലേ? ആ ടൈമിലേക്ക് വരുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈമും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈമും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. കമ്പയർ ചെയ്തിട്ട് ചെറുതാണെങ്കിൽ വരുന്ന പ്രോസസ്സിന്റെ ബേസ് ടൈം കുറവാണെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് വരുന്ന പ്രോസസ്സിന് കൊടുക്കുക. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് തന്നെയാണ് ബേസ് ടൈം കുറവെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ വേറൊരു PDF കൂടെ കാണിക്കാവേ. PDF കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, ഇത് നോൺ പ്രിയംറ്റീവ് കൺഫ്യൂഷൻ വരത്തില്ലല്ലോ അല്ലെ? പ്രിയംറ്റീവ് ആകുമ്പോഴല്ലേ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ഈ എക്സാമ്പിൾ 2 ഒന്ന് നോക്കാവോ? എക്സാമ്പിൾ 2 P1 P2 P3 P4 P5. ഓക്കെ, ഏതൊക്കെയാണ്? P1 P2 P3 P4 P5. അറൈവൽ തന്നിരിക്കുന്നത് 3 1 4 0 2. ഫസ്റ്റ് ടൈം തന്നിരിക്കുന്നത് 1 4 2 6 3. ഓക്കെ, അതിന്റെ ഗാൺ ചാർട്ട് ഒന്ന് വരാൻ നോക്കിയേ. നോക്കിയേ, P1 ഏത് പ്രോസസ്സാണ് 0ല് സ്റ്റാർട്ട് ചെയ്യാം? 0ല് ഏത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും? P4. P4 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ മില്ലി സെക്കൻഡിലും നമ്മൾ നോക്കണം. ഓക്കെ, 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P4ന്റെ ബേസ് ടൈം എത്രയായിരുന്നു? 6 ആയിരുന്നേ. P4ന്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 6 ആയിരുന്നു. 1 മില്ലി സെക്കൻഡ് എത്തിയപ്പോ അത് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി 5 മില്ലി സെക്കൻഡ് ചെയ്യാൻ കിടക്കുക. അപ്പൊ ഏത് പ്രോസസ്സ് വന്നു? 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ ഏത് പ്രോസസ്സ് വന്നു? P2 വന്നു. അപ്പൊ P2ന്റെ ബേസ് ടൈം 4. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന P4ന്റെ ബേസ് ടൈം എത്രയാ? 5 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? P4 അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആർക്ക് CPU കൊടുക്കണം? P2ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 1ല് P2ന് കൊടുത്തു. ഓക്കെ, ഇനി 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തി. 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P2 ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, P2 ചെയ്തോണ്ടിരിക്കുകയാണ്. P2ന് ഇനി എത്രയുണ്ട് ചെയ്യാൻ? 3. P2ന് എത്രയുണ്ട്? 3. ആ സമയത്ത് ആര് വന്നു? P5. P5 വന്നു. അതിന്റെ ബേസ് ടൈം എത്രയാണ്? 3 ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെയും വന്ന പ്രോസസ്സിന്റെയും ബേസ് ടൈം എന്താണ്? സെയിം ആണ്. അപ്പൊ നമ്മള്
നമ്മള് ഇങ്ങനെ അതായത് എന്തെങ്കിലും ഒരേ വാല്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ അവിടെ എല്ലാം നോക്കുന്നത് ഐഡി ആണ് കേട്ടോ. പ്രോസസ്സിന്റെ ഐഡി ചെറുത് ഏതാണോ അതിന് കൊടുക്കണം. അതായത് P2 ഏതായിരുന്നു P5 ഐഡി ചെറുത് ഏതാ P2 എന്നുള്ളത് ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും P2 തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തി. 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P2ന് ഇനി രണ്ടും കൂടി ചെയ്യാൻ കിടക്കുവാണേ. രണ്ട് മില്ലി സെക്കൻഡ് P2നെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. രണ്ടെണ്ണം ചെയ്തോട്ടുള്ളൂ. 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് ഏത് പ്രോസസ്സ് വന്നു? P1 വന്നില്ലേ? P1 വന്നു. ഓക്കെ, അപ്പൊ P1ന്റെ ബേസ് ടൈം എത്രയാ? 1. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് P2ന്റെ ബേസ് ടൈം എത്രയാ? 2. ഓക്കെ, അപ്പൊ നമ്മൾ P2 സ്റ്റോപ്പ് ചെയ്തു. ആർക്ക് കൊടുത്തു? P1ന് കൊടുത്തു. P1 1 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ ബേസ് ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ P1 റെഡിക്കുള്ളിൽ നിന്ന് പിന്നെ പോകും. പിന്നെ 4 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ ആര് വന്നു? P3 വന്നു. ഓക്കെ, P3 വന്നു. 4 ആര് വന്നു? P3 വന്നു. അപ്പൊ റെഡിക്യൂൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഇപ്പൊ റെഡിക്യൂൽ ആരൊക്കെ ഉണ്ട്? P1 പോയി. P1ന്റെ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഓക്കെ, P2 വന്നതുണ്ട്. P2 എത്രയും കൂടെ ചെയ്യാനുണ്ട്? 2 ചെയ്യാൻ കിടക്കുക. ഓക്കെ, പിന്നെ ആരാ ഉള്ളത്? P4ന്റെ 5 ഉണ്ട്. P5ന്റെ 3 ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. പിടികിട്ടിയോ? P1 കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ പോയി, റെഡിക്യൂളിൽ നിന്ന് പോയി. P2ന്റെ 2 മില്ലി സെക്കൻഡ് ചെയ്തിട്ട് ബാക്കി 2 മില്ലി സെക്കൻഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. പിന്നെ ആരാ ഉള്ളത്? P3 ഇപ്പൊ വന്നല്ലോ. 4ൽ ആര് വന്നു? P3 വന്നു. അതിന് 2 മില്ലി സെക്കൻഡ് ചെയ്യാനുണ്ട്. P4ന്റെ 5 മില്ലി സെക്കൻഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. P5ന്റെ എന്തുണ്ട്? 3 മില്ലി സെക്കൻഡ് ഉണ്ട്. അപ്പൊ നോക്കുമ്പോ അതിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? P2ന് 2 ഉള്ളത്, P3ക്കും 2 ഉള്ളത്. ഓക്കെ, P2ന് 2, P3ക്ക് 2. അത് രണ്ടും സെയിം ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? P2ന് കൊടുക്കും. ഓക്കെ ആണോ? ഇനി ഇപ്പൊ നമ്മൾ 4 എന്ന് പറയുന്ന ടൈം എത്തുന്നത് വരെ നമ്മൾ നോക്കിയാൽ മതി. അറൈവൽ ടൈം 4 വരെയല്ലേ വരുന്നുള്ളൂ അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ബേസ് ടൈം മാത്രം നോക്കി അങ്ങ് കൊടുത്തുവിടുക. അതായത് P3ക്ക് ഞാൻ കൊടുത്തു. ഇനി അടുത്ത P2ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആർക്ക് കൊടുക്കണം? P3ക്ക് 2 ആണ്. P3ക്ക് 2 കൊടുത്തു. പിന്നെ കൊടുക്കാനുള്ളത് ആരാണ്? P2 കഴിഞ്ഞു, P3 കഴിഞ്ഞു. ഇനിയുള്ളത് P4ന് 5 ഉണ്ട്, P5ന് 3 ഉണ്ട്. അതിൽ ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? P5ന് കൊടുക്കും. ബാക്കി പിന്നെ ആർക്ക് കൊടുക്കും? P4ന് കൊടുക്കും. ഇതാണ് പ്രിഎംപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ അറൈവൽ ടൈം 0, 1, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഈ ഓരോ ടൈമിലും നമ്മൾ എന്തായിരിക്കണം? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനാണോ വന്ന പ്രോസസ്സിനാണോ ബേസ് ടൈം കുറവെന്ന് നോക്കുക. ബേസ് ടൈം കുറവുള്ളത് കൊടുക്കുക, CPU കൊടുക്കുക. മനസ്സിലായോ? നെക്സ്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്. നമ്മൾ 3 കഴിഞ്ഞിട്ടോ. 3 അൽഗോരിതം കഴിഞ്ഞു. ഏതൊക്കെയാ കഴിഞ്ഞു? നമ്മള് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് കഴിഞ്ഞു, SJF കഴിഞ്ഞു, SRTF കഴിഞ്ഞു. ഓർക്കുക, SRTF എന്നുള്ള പേരാണ് പ്രിഎംപ്റ്റീവ്. SJFന്റെ പറയുന്ന പേരാണ് എന്ത്? SRTF കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്. പ്രയോറിറ്റി ഇതെന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഇവിടെ നമ്മള് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്ത ക്രൈറ്റീരിയ എന്തായിരുന്നു? ബേസ്റ്റ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ബേസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്ത് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രയോറിറ്റി ഏതിനാണോ അതിന് നമ്മൾ CPU ആദ്യം കൊടുക്കും. പ്രയോറിറ്റി ഹൈ ആയിട്ടുള്ള പ്രോസസ്സിന് എന്ത് കൊടുക്കണം? CPU കൊടുക്കണം. അത്രേ ഉള്ളൂ. ഏത് പ്രോസസ്സിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ആ പ്രോസസ്സിന് എന്ത് കൊടുക്കുക? CPU കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ കാണിക്കാം. ഇതുണ്ടോ, നമുക്ക് ഇങ്ങനെ പ്രയോറിറ്റി തരും. ഈ ടേബിളിൽ കണ്ടോ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു കോളം കൂടെ നമുക്ക് അഡീഷണലിൽ കാണും. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു അഡീഷണൽ കോളം കൂടി കാണും. ഇനി അത് മാത്രമല്ല, ഈ ക്വസ്റ്റിനകത്ത് തന്നെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഹയസ്റ്റ് നമ്പർ റെപ്രസെന്റ്സ് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹയസ്റ്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ആണെന്ന്. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രോസസ്സിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി? ഹയർ നമ്പർ ആണ് ഹയർ പ്രയോറിറ്റി എങ്കിൽ P4നും P5നും ആയിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. ഇനി ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ പറയും ലോവർ നമ്പർ ഹാവിംഗ് ഹയസ്റ്റ് പ്രയോറിറ്റി. അതിന്റെ അർത്ഥം എന്താ? P1 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയാണെങ്കിൽ P1 ആയിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി.
അത് ക്വസ്റ്റിനകത്ത് അവർ സ്പെസിഫിക് ആയിട്ട് പറയും കേട്ടോ. ക്വസ്റ്റിനകത്ത് പറയും എന്താണ് ലോവസ്റ്റ് നമ്പറിനാണോ ഹയസ്റ്റ് നമ്പറിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയും. ഓക്കെ, ഇനിയും ഇതിൻ്റെ അകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാവേ. This is another type of CPU scheduling algorithm. Here we are going to learn how CPU is going to okay, there are 2 types of priority values. Highest number is considered as highest priority and lowest number is considered as lowest priority അല്ലെങ്കിൽ highest priority കാണും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർവേഷൻ. ഓക്കെ, എന്താണ് സ്റ്റാർവേഷൻ? നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ഒരു കോൺവോയ് ഇഫക്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ കോൺവോയ് ഇഫക്റ്റ്? എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ നമ്മൾ ആദ്യം വരുന്ന പ്രോസസ്സിനാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്ത് ആദ്യം വരുന്ന പ്രോസസ്സിനായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്ന പ്രോസസ്സ് വലിയൊരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വലിയൊരു പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ആ ചെറിയ പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനായിരുന്നു നമ്മൾ എന്തെന്ന് പറയാം? കോൺവോയ് എഫക്ട് എന്ന് പറയാം. അതേപോലത്തെ ഒരു സിമിലർ കണ്ടീഷനാണ് സ്റ്റാർവേഷൻ എന്ന് പറയാം. പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ നമ്മൾ അതിനെ സ്റ്റാർവേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് പറയുന്നത് എന്താണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് പറയുന്നത്? ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ്സിന് എന്ത് കൊടുക്കുക? CPU കൊടുക്കുക എന്നാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് പറയുന്നത്. ഏത് പ്രോസസ്സിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി അതിന് CPU കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഇപ്പൊ ആദ്യം വരുന്ന പ്രോസസ്സിനൊക്കെ ഹയസ്റ്റ് പ്രയോറിറ്റി ആണെങ്കിൽ ആ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സിന്റെ എല്ലാം ലെന്ത് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ബേസ്റ്റ് ടൈം വളരെ കൂടുതലാണെങ്കിൽ ഇമാജിൻ ചെയ്യുക, കുറെ പ്രോസസ്സ് ആദ്യം വരുന്ന പ്രോസസ്സിനൊക്കെ ഹയസ്റ്റ് പ്രയോറിറ്റി ആണല്ലോ. ഈ ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോസസ്സിന് വളരെ കൂടുതൽ ബേസ്റ്റ് ടൈം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വളരെ കൂടുതൽ ബേസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് അവിടെ ഇങ്ങനെ റെഡി ക്യൂവിൽ കിടക്കുമല്ലേ? ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് അവിടെ ഇങ്ങനെ റെഡി ക്യൂവിൽ കിടക്കുകയാണ്. ആ സിറ്റുവേഷന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാർവേഷൻ. ഓക്കെ, സ്റ്റാർവേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രയോറിറ്റി റിലേറ്റഡ് ആയിരിക്കും. മറ്റേ കോൺവോയ് എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? വലിയൊരു പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് കോൺവോയ് എഫക്ട് എന്ന് പറയുന്നത്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്തെന്ന് പറയും? സ്റ്റാർവേഷൻ എന്ന് പറയും. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? കോൺവോയ് എഫക്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഓക്കെ ആണോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റാർവേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിന് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതായത് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണല്ലോ സ്റ്റാർവേഷൻ. അത് വേണമെങ്കിൽ നമുക്ക് ഇത്ര മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ലോവർ പ്രയോറിറ്റി പ്രോസസ്സിന്റെ പ്രയോറിറ്റി കൂട്ടി കൊടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഏജിങ്. AGING എന്ന് പറയുന്നത്. ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് ഇങ്ങനെ ഫുൾ ടൈം ഹയർ പ്രയോറിറ്റി പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ലോ. അപ്പൊ ആ ലോവർ പ്രയോറിറ്റി പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരുമല്ലോ കുറെ നേരത്തേക്ക്. അങ്ങനെയുള്ളപ്പോൾ ഈ ലോവർ പ്രയോർ ആയിട്ടുള്ള പ്രോസസ്സിന്റെ പ്രയോറിറ്റി കൂട്ടി കൊടുക്കുന്ന പ്രോസസ്സാണ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർവേഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമുക്ക് പ്രിഎംറ്റീവും ഉണ്ട് നോൺ പ്രിഎംറ്റീവും ഉണ്ട് കേട്ടോ. ഓക്കെ, പ്രിഎംറ്റീവും ഉണ്ട് നോൺ പ്രിഎംറ്റീവും ഉണ്ട്. അതിനിപ്പോ നമുക്ക് നോൺ പ്രിഎംറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനാണോ പ്രയോറിറ്റി? ആ സമയത്ത് വരുന്ന പ്രോസസ്സിനാണോ പ്രയോറിറ്റി കൂടുതൽ നോക്കുക? പ്രയോറിറ്റി കൂടുതലുള്ളതിന് എന്ത് കൊടുക്കണം? CPU കൊടുക്കണം. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കാം. എക്സാമ്പിൾ നോക്കാം അല്ലെ. P1, P2, P3, P4, P5 അറൈവൽ ടൈം തന്നിട്ടുണ്ട് 0, 1, 2, 3, 4. ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 4, 3, 1, 5, 2. പ്രയോറിറ്റി തന്നിട്ടുണ്ട് 2, 3, 4, 5, 5. ഇവിടെ ഏതിനാണ് ഹയർ? ഇവിടെ ലോവർ നമ്പറിനാണ് ഹയർ പ്രയോറിറ്റി കേട്ടോ. നോൺ പ്രിഎംറ്റീവ് അൽഗോരിതം ആണ്. നോൺ പ്രിഎംറ്റീവ് ആണ്. അതായത് നോൺ പ്രിഎംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ?
നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രാവശ്യം ഒരു പ്രോസസ്സിന് CPU കിട്ടിയാൽ അതിന്റെ ബേസ്റ്റ് ടൈം കഴിഞ്ഞിട്ടേ വിട്ടുകൊടുക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് 0th ടൈമില് റെഡി ക്യൂല് ഏത് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ? P1 മാത്രമേ ഉള്ളൂ അല്ലെ? 0th ടൈമില് വേറെ പ്രോസസ്സ് ഒന്നും ഇല്ലല്ലോ, P1 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ആർക്ക് കൊടുക്കുള്ളൂ? P1ന് CPU കൊടുത്തു. P1ന് CPU കൊടുത്ത സ്ഥിതിക്ക് നോൺ പ്രിയംറ്റീവ് ആണല്ലോ. ഓക്കെ, സ്വിച്ച് ചെയ്യില്ലല്ലോ. എന്ത് ചെയ്യും? P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 4 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേ P1 CPU-നെ വിട്ടുകൊടുക്കുള്ളൂ. ഓക്കെ ആണോ? ആ 4 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P1 CPU-നെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രോസസ്സ് റെഡി ക്യൂലുണ്ട്? ഏതൊക്കെ പ്രോസസ്സ് റെഡി ക്യൂല് വന്നു? എല്ലാ പ്രോസസ്സും വന്നിട്ടുണ്ട്. P2, P3, P4, P5 4 പ്രോസസ്സും വന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ക്രൈറ്റീരിയ എന്താ? ഹയർ പ്രയോറിറ്റി. ഹയർ പ്രയോറിറ്റി. ഓക്കെ, ഇവിടെ ഹയർ നമ്പറിനാണ് ഹയർ, ഈ എക്സാമ്പിളിനകത്ത് ഹയസ്റ്റ് നമ്പറിനാണ് ഹയർ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ P2 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്, P5 ഉണ്ട്. P2ന്റെ പ്രയോറിറ്റി 3 ആണ്, P3യുടെ പ്രയോറിറ്റി 4 ആണ്, P4ന്റെയും P5ന്റെയും എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് P4നും P5നും സെയിം വന്നു. അപ്പൊ നമ്മള് പറയുന്നത് എന്താണ്? ID കുറച്ചെറുത് ഏതാണ് അതിന് കൊടുക്കണം. അപ്പൊ P4ന് എന്ത് കൊടുത്തു? ഞാന് CPU കൊടുത്തു. P4ന് CPU കൊടുത്ത സ്ഥിതിക്ക് P4ന്റെ ബേസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വിട്ടുകൊടുക്കുള്ളൂ. അപ്പൊ 4-ല് സ്റ്റാർട്ട് ചെയ്തതിന് P4ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 5. 5, 4, 9 എന്ത് ചെയ്യും? P4ന് വിട്ടുകൊടുക്കും. P4 CPU വിട്ടുകൊടുക്കും. പിന്നെ ഏതൊക്കെ പ്രോസസ് ഉള്ളത്? P2 ഉണ്ട്, P3 ഉണ്ട്, P5 ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി പിന്നെ ഏതിനാണ്? P5-നാണ്. അപ്പൊ എന്ത് ചെയ്യും? 9-ല് P5 സ്റ്റാർട്ട് ചെയ്യും. 9-ല് P5 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 9-ല് P5 സ്റ്റാർട്ട് ചെയ്ത P5ന്റെ ബേസ്റ്റ് ടൈം 2 ആയതുകൊണ്ട് 11-ല് P5 കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ പിന്നെ ഹയസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? P3-ക്കാണല്ലോ, 4. P3യുടെ പ്രയോറിറ്റി എത്രയാ? 4. അപ്പൊ 11-ല് P3 സ്റ്റാർട്ട് ചെയ്യും. 1 അതിന്റെ ബേസ്റ്റ് ടൈം, അതുകൊണ്ട് 12-ല് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ 12-ല് ആർക്ക് കൊടുക്കും? P2-ന് കൊടുക്കും. P2-ന് ബേസ്റ്റ് ടൈം 3 ആണ്. അപ്പൊ 12 + 3 15-ല് എന്ത് ചെയ്യും? P2 കംപ്ലീറ്റ് ചെയ്യും. ഇത് നോൺ പ്രിയംറ്റീവ്. ഈ സംഭവം തന്നെ പ്രിയംറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ് അടുത്ത ഗാണ്ട് ചാർട്ട് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, 0-ല് നോൺ പ്രിയംറ്റീവ് മനസ്സിലായല്ലോ അല്ലെ? അടുത്ത പ്രിയംറ്റീവിനകത്തോട്ട് പോയിക്കോട്ടെ. P4 എന്താ ആദ്യം വന്നെന്ന് പറയും? P4 P5-ലും P4-ഉം P5-നും സെയിം പ്രയോറിറ്റി അല്ലേ? പ്രയോറിറ്റി നോക്കാം. പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആയതുകൊണ്ട് നമ്മൾ പ്രയോറിറ്റി ആണ് നോക്കേണ്ടത്. P4-നും P5-നും സെയിം പ്രയോറിറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ ഏത് FCFS ആണെങ്കിലും SJF ആണെങ്കിലും ഏതാണോ നമ്മൾ അവിടെ എടുക്കുന്ന ക്രൈറ്റീരിയ അതിന് സെയിം ആയിട്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ID ചെറുതുള്ളതിന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മള് പ്രിയംറ്റീവിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നോക്കാം. പ്രിയംറ്റീവിനകത്ത് എന്തായാലും 0-ല് വേറെ പ്രോസസ് ഒന്നും ഇല്ല, P1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും P1-ന് CPU കൊടുക്കും. ഇനി 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോൾ ആര് വന്നു? P2 വന്നു. ഓക്കെ, 1 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോൾ P2 വന്നു. P1-ന്റെ പ്രയോറിറ്റി എത്രയായിരുന്നു? P1-ന്റെ പ്രയോറിറ്റി എത്രയായിരുന്നു? 2. ഇപ്പൊ വന്ന പ്രോസസ്സിന്റെ പ്രയോറിറ്റി എത്രയും? 3. ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി? 3 വന്ന പ്രോസസ്സിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1-ല് P1 സ്റ്റോപ്പ് ചെയ്തിട്ട് P2-ന് എന്ത് കൊടുത്തു? CPU കൊടുത്തു. അതും ഒരു മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോ ആര് വന്നു? P3 വന്നു. ഓക്കെ, P3 വന്നപ്പോ P2 ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അല്ലെ? P2 ആയിരുന്നു ചെയ്തോണ്ടിരുന്ന, അതിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരുന്നു ഏതിന്? P3-ക്ക്. P3യുടെ പ്രയോറിറ്റി 4 അല്ലേ? അപ്പൊ P3-ക്ക് പ്രയോറിറ്റി അതിനേക്കാളും കൂടുതലായതുകൊണ്ട് 2-ല് എന്ത് സ്വിച്ച് ചെയ്തു? P3-ക്ക് കൊടുത്തു CPU. ഓക്കെ, ഇനി 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ അടുത്ത പ്രോസസ്സ് വന്നു. ഓക്കെ, 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ ആര് വന്നു? P4 വന്നു. ഓക്കെ, P4 വന്നപ്പോ P4-യുടെ പ്രയോറിറ്റി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന P3-യുടെ പ്രയോറിറ്റി എത്രയാ? 4 ആയിരുന്നു, അതിനേക്കാളും കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്തു? ആർക്ക് കൊടുത്തു? P4-ന് കൊടുത്തു. 3-ല് ആർക്ക് കൊടുത്തു? P4-ന് കൊടുത്തു. ഇനി 3 കഴിഞ്ഞ് 4 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോൾ ഏത് പ്രോസസ്സ് വന്നു? P5 വന്നു. P5-ന്റെ പ്രയോറിറ്റി എത്രയാ? 5. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന P4-ന്റെ പ്രയോറിറ്റി എത്രയാ? 5. അപ്പൊ നമ്മള് എന്താണ്? P4-ന് തന്നെ കൊടുക്കും. അതാണ് 4-ല് P4 തന്നെ കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ അറൈവൽ ടൈം കഴിഞ്ഞില്ലെന്ന് നോക്കി. 0, 1, 2, 3, 4 കഴിഞ്ഞു. ഇനി നമ്മൾ അറൈവൽ ടൈമിലോട്ട് നോക്കണ്ട. ഇനി നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഇനി ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അങ്ങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ P4 4-ല് P4 ചെയ്ത് കഴിഞ്ഞാൽ P4-ന്റെ ഫസ്റ്റ് ടൈം 5 ആവുമ്പോൾ 5, അതായത് 3 + 5 8-ല് P4 കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങും. ഓക്കെ, അപ്പൊ ഏതൊക്കെ പ്രോസസ്സ് കഴിഞ്ഞു? P3 കഴിഞ്ഞു,
P3 കഴിഞ്ഞു, P4 കഴിഞ്ഞു. ബാക്കി P1 P2 P5 ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രയോറിറ്റി കൂടുതൽ ഏതിനാണ്? ഏതിനാ പ്രയോറിറ്റി കൂടുതൽ? P1 P2 P5. P1 2 ആണ്, P2 3 ആണ്, P5 5 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 8 P5 കൊടുത്തു. ഓക്കെ, അതിന്റെ ബേസ് ടൈം 2 ആണ്. അപ്പൊ 8 + 2 10 P5 ക്ലോസ് ചെയ്തു. ദെൻ പിന്നെ പ്രയോറിറ്റി കൂടുതലുള്ള ഏതിനാണ്? P2 അല്ലെ? P2 അതിന്റെ ബേസ് ടൈം എന്ന് പറയുന്നത് 10 + 3. അത് ആദ്യമേ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ 2 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് 10 + 2 12. ഓക്കെ, ദെൻ P1 1 കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ, ബാക്കി എത്രയുണ്ടത്? 3. അപ്പൊ 12 + 3 15. ഇതാണ് പ്രീഎംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനകത്ത് വരുന്നത്. മനസ്സിലായോ? പ്രീഎംപ്റ്റീവ് SJF ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ നോക്കേണ്ടത്? വരുന്ന പ്രോസസ്സിനാണോ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനാണോ ബേസ് ടൈം കുറവെന്ന് നോക്കാം. പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനകത്താണെന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനാണോ വന്ന പ്രോസസ്സിനാണോ പ്രയോറിറ്റി കൂടുതൽ നോക്കാം. പ്രയോറിറ്റി കൂടുതലുള്ളതിന് CPU കൊടുക്കാം. മറ്റേ SJF-നകത്താണെങ്കിൽ ബേസ്റ്റ് ടൈം കുറവുള്ള പ്രോസസ്സിന് CPU കൊടുക്കാം. അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് അത് മാത്രമേ ഉള്ളൂ. ഈ ഗാൺ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേബിൾ വരച്ച് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. സീരീസിന് എന്തായാലും ഈ സെക്ഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും കേട്ടോ. അടുത്തതിനകത്തോട്ട് പോയിക്കോട്ടെ എന്നാ. ഇത് ഓക്കെ ആണെങ്കിൽ, പ്രീഎംപ്റ്റീവ് നോൺ പ്രീഎംപ്റ്റീവ് ഓക്കെ ആണെങ്കിൽ അടുത്ത അൽഗോരിതം കൂടെ പറയാനുള്ള സമയം തോന്നുന്നു. അടുത്തതിലേക്ക് പോവാം അല്ലെ? ഓക്കെ ആണല്ലോ അല്ലേ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് റോബിൻ അൽഗോരിതം. ഈ റൗണ്ട് റോബിൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുവരെ നമ്മൾ പഠിച്ച അൽഗോരിതത്തിനേക്കാളത്തൊക്കെ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള അൽഗോരിതമാണ്. ഇവിടെ നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ കെയർഫുൾ എന്ന് പറഞ്ഞാൽ റെഡി ക്യൂ, നമ്മുടെ ക്യൂ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് നമ്മൾ പഠിച്ച ക്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ ആണ് അല്ലെ? ആ ഒരു ക്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു പോയാൽ ഈ റൗണ്ട് റോബിൻ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ശരിക്കും റൗണ്ട് റോബിൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യൂ വെച്ചിട്ടാണ്, ഡാറ്റാ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോസസ്സിനും ഈക്വൽ ടൈം കൊടുക്കും. എന്താണ്? എല്ലാ പ്രോസസ്സിനും ഈക്വൽ ആയിട്ടുള്ള ടൈം കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് പ്രോസസ്സിന് 2 മില്ലിസെക്കൻഡ് ആണ് ടൈം സ്ലൈസ് എങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് 2 മില്ലിസെക്കൻഡ് ചെയ്യും, അടുത്ത പ്രോസസ്സ് 2 മില്ലിസെക്കൻഡ് ചെയ്യും. അങ്ങനെ ചെയ്ത് പോകും. അത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് റൗണ്ട് റോബിൻ അൽഗോരിതം. ഇനി ഒരു സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സർക്കുലർ ക്യൂ പോലെ ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലേ നമുക്ക് റൗണ്ട് റോബിൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഒന്ന് വായിച്ചു നോക്കി. CPU is assigned to the process on the basis of first come first serve for a fixed amount of time. ഓക്കെ, ആദ്യം വരുന്ന പ്രോസസ് FCFS എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, FCFS വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FCFS എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ് അല്ലെ? അപ്പം ഈ പ്രോസസ്സിന്റെ എല്ലാം ടൈം സ്ലൈസ് ഭയങ്കര വലുതാന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. P1 ബേസ് ടൈം 2, ഓക്കെ, P2 ബേസ് ടൈം 3, P1 3, P4 അല്ല സോറി P1 3, P4 4, P5 5 ആന്ന് വിചാരിക്കുക. 3 പ്രോസസ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? P1, P2, P3. P1 ബേസ് ടൈം 3, P2 ബേസ് ടൈം 4, P3 ബേസ് ടൈം 5 ആന്ന് വിചാരിക്കുക കേട്ടോ. 2, 3, 4, 5 3 പ്രോസസ്സ് ബേസ് ടൈം. ഇനി ഇവിടെ കൊടുക്കുന്ന ടൈം സ്ലൈസ് 5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, എന്താണ്? ടൈം സ്ലൈസ് 5 ആണ്. അപ്പോ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ 5 മില്ലിസെക്കൻഡ് ആദ്യത്തെ പ്രോസസ്സിന്, പിന്നത്തെ 5 മില്ലിസെക്കൻഡ് അടുത്ത പ്രോസസ്സിന്, അങ്ങനെയാണല്ലോ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോസസ്സിന്റെ ബേസ് ടൈം എത്രയാ? 3 അല്ലെ? 3 മില്ലിസെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ CPU വിട്ടു കൊടുക്കുമല്ലോ. അപ്പൊ എന്തായാലും എന്താണ്? അടുത്ത പ്രോസസ്സിന് കിട്ടും. അടുത്ത പ്രോസസ്സ് 4 മില്ലിസെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ വിട്ടു കൊടുക്കും. അടുത്ത പ്രോസസ്സ് 5 മില്ലിസെക്കൻഡ്. അപ്പൊ നമ്മുടെ FCFS പോലെ തന്നെ ആയി പോയില്ലേ? FCFS പോലെ തന്നെ. FCFS എന്താ? ആദ്യം വരുന്ന ആൾക്ക് CPU കൊടുക്കാന്നുള്ളതല്ലേ FCFS. ഓക്കെ, അപ്പൊ ഈ റൗണ്ട് റോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടൈം സ്ലൈസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ എല്ലാ പ്രോസസ്സിനും ഒരു ഈക്വൽ ടൈം കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഇച്ചിരി വലുതാണെങ്കിൽ, ഓക്കെ,
കമ്പാരിറ്റീവ്ലി എല്ലാ പ്രോസസ്സിനും ബേസ്റ്റ് ടൈമിനേക്കാളും ഇച്ചിരി വലുതാണെങ്കിൽ റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിട്ട് മാറും? FCFS തന്നെയായിട്ട് മാറും. ഓക്കെ, റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് എപ്പോഴും FCFS ആയിട്ട് മാറുക നമ്മൾ കൊടുക്കുന്ന ടൈം സ്ലൈസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിൽ. ഓക്കെ, ഇനി ടൈം സ്ലൈസ് വളരെ കുറവാണെങ്കിൽ എന്തായിരിക്കും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ടൈം സ്ലൈസ് വളരെ കുറവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതായത് ആദ്യത്തെ പ്രോസസ്സിന്റെ ബേസ്റ്റ് ടൈം 5, രണ്ടാമത്തെ പ്രോസസ്സിന്റെ 10, മൂന്നാമത്തെ പ്രോസസ്സിന്റെ 20 ആണ്. ഞാൻ കൊടുക്കുന്ന ടൈം സ്ലൈസ് 2 വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുക? ലോങ്ങർ ബസ് ടൈം ഉള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ 2 മില്ലിസെക്കൻഡ് സ്വിച്ച് ചെയ്യില്ലേ? യെസ്, അതാണ് കേട്ടോ. കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം കൂടും. ഓക്കെ, അതായത് ആദ്യത്തെ 2 മില്ലിസെക്കൻഡ് കഴിയുമ്പോൾ P2 കൊടുക്കണം, അടുത്ത 2 മില്ലിസെക്കൻഡ് കഴിയുമ്പോൾ P3 കൊടുക്കണം. പിന്നെ ഇത് എത്ര പ്രാവശ്യം റൗണ്ട് ചെയ്ത് വന്നാലാണ് ഈ 10ഉം 20ഉം മില്ലിസെക്കൻഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്? അപ്പൊ അവിടെ നമ്പർ ഓഫ് കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടും. ഈ കോണ്ടാക്ട് സ്വിച്ച് കൂടിയാലുള്ള കുഴപ്പം എന്താ? കോണ്ടാക്ട് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ കോണ്ടാക്ട് സ്വിച്ച് ടൈം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അന്നേരം ആ കോണ്ടാക്ട് സ്വിച്ച് പഠിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? ആ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ, CPU-ന് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ എന്താണ് ഇഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എന്താ പറയാ പെർഫോമൻസ് കുറയും. ഈ കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം കൂടുമ്പോൾ പെർഫോമൻസ് കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റൗണ്ട് റോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടൈം സ്ലൈസ് കൂടുതലാണെങ്കിൽ അത് FCFS പോലെ തന്നെ ആയിപ്പോവും. അപ്പൊ അവിടെ കോൺവോയ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ടൈം സ്ലൈസ് വളരെ കുറവാണെങ്കിൽ നമ്പർ ഓഫ് കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം കൂടും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൌണ്ട് ടൈമും എല്ലാം എന്താണ് കൂടും. അതുകൊണ്ട് തന്നെ ഈ അൽഗോരിതത്തിന്റെ പെർഫോമൻസ് എന്തായി പോകും? കുറഞ്ഞു പോകും. ഓക്കെ, ആ 2 പോയിന്റ് ഒന്നും ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും ഈക്വൽ ടൈം സ്ലൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈം സ്ലൈസ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ FCFS അൽഗോരിതം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ FCFSന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കോൺവോയ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ടൈം സ്ലൈസ് വളരെ കുറവാണെങ്കിൽ നമ്പർ ഓഫ് കോണ്ടാക്ട് സ്വിച്ചിന്റെ എണ്ണം കൂടും. അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഇഫക്റ്റീവ്നെസ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് എക്സാമ്പിൾ നോക്കാം. ഇതുണ്ടോ? ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെഡി ക്യൂ കൂടെ വരച്ചു പോകണം. ഈ റെഡി ക്യൂ വരച്ചില്ല, ഇപ്പൊ നമുക്ക് എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും എത്ര എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും ഈ റെഡി ക്യൂ നമ്മൾ നോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റൗണ്ട് റോബിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ സൈഡിൽ എവിടെയെങ്കിലും ആ റെഡി ക്യൂ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് ബെറ്റർ ആയിരിക്കും. റെഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോസസ് ആണ് നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ റെഡി ക്യൂനകത്ത് ഇട്ടിട്ട് പോകണം. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണല്ലോ. അപ്പൊ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ റൗണ്ട് റോബിൻ അൽഗോരിതം കറക്റ്റ് ആവുള്ളൂ. ഇവിടെ നോക്കാം എക്സാമ്പിൾ. ഇതും കൂടെ നോക്കിയിട്ട് നിർത്തിയാൽ മതിയല്ലോ അല്ലെ? കുഴപ്പമില്ലല്ലോ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയണേ, പെട്ടെന്ന് പറഞ്ഞിടാം. ഓക്കെ, P1, P2, P3, P4, P5 അറൈവൽ ടൈം തന്നിട്ടുണ്ട്. 0, 1, 2, 3, 4. ഈ നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ എല്ലാ ടൈമിലും ഈ അറൈവൽ ടൈം തരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അറൈവൽ ടൈം തന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ പ്രോസസ്സും 0 ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. 0th ടൈമിൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം അറൈവൽ ടൈം തന്നിട്ടില്ലെങ്കിൽ. ഇനി ഇവിടെ അറൈവൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതിന് 0th ടൈമിൽ ഏത് പ്രോസസ്സാണ് വരിക? 0th ടൈമിൽ ഏത് പ്രോസസ്സ് വരും? P1 വരും. അപ്പൊ എന്തായാലും ഞാൻ എന്തുകൊണ്ട് ഇവിടെ ടൈം സ്ലൈസ് കൊടുത്തിട്ടില്ലേ? ഒരു സെക്കൻഡ്, ടൈം സ്ലൈസ് എത്രയാന്ന് നോക്കട്ടെ. ടൈം സ്ലൈസ് കൊടുത്തിരിക്കുന്നത് 2 ആണ്. ഓക്കെ, ടൈം സ്ലൈസ് 2 ആണ് കേട്ടോ. അപ്പൊ നോക്കാം 0th ടൈമിൽ ഏത് പ്രോസസ്സ് മാത്രമേ റെഡി ക്യൂലുള്ളൂ? 0th ടൈമിൽ ഏത് പ്രോസസ്സ് മാത്രമാണ് റെഡി ക്യൂലുള്ളത്? P1. ഓക്കെ, അപ്പൊ P1 ഞാൻ എന്ത് ചെയ്തു? 0th ടൈമിൽ എന്ത് ചെയ്തു? CPU കൊടുത്തു. ഓക്കെ, 2 മില്ലിസെക്കൻഡ് ആണ് ടൈം സ്ലൈസ്. ഓക്കെ, അതിന്റെ ബേസ്റ്റ് ടൈം എത്രയായിരുന്നു? P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാ? 5. ഓക്കെ ആണല്ലോ, 5. അപ്പൊ 2 മില്ലിസെക്കൻഡ് കഴിഞ്ഞ് 2 മില്ലിസെക്കൻഡ് എന്ന് പറയുമ്പോൾ ആദ്യമേ 0യിൽ ആര് വന്നു? P1 വന്നു. ഇത് നോക്കണേ കേട്ടോ. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Q ആണ്. P1 0th വന്നേ. 0th വന്നു. 0th വന്ന് P1 ഞാൻ കൊടുത്തു, CPU കൊടുത്തു. അത് 2 മില്ലിസെക്കൻഡ് കഴിഞ്ഞപ്പോ വിട്ടു കൊടുത്തു. ഓക്കെ, വിട്ടു. പക്ഷെ അത് കംപ്ലീറ്റ് ആയോ? P1 കംപ്ലീറ്റ് ആയില്ലല്ലോ.
P1 ബാക്കി 3 കൂടെ ചെയ്യാൻ കിടക്കുവാണേ. അപ്പോൾ നോക്കുക നമ്മള് 2ലാണ് വിട്ടുകൊടുത്തത് കേട്ടോ. അപ്പോൾ നോക്കുക ഇവിടെ 1ൽ ആര് വരുന്നുണ്ട്? P2 വരുന്നുണ്ട്. അതാണ് ഈ കിടക്കുന്ന P2 കേട്ടോ. പിന്നെ ആര് വരുന്നുണ്ട്? 1ല് P2 വരുന്നുണ്ട്, 2ൽ ആര് വരുന്നുണ്ട്? P3 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങിയില്ലേ P1. ഓക്കെ, അതും കൂടി ഞാൻ എന്ത് ചെയ്തു? ക്യൂനകത്തേക്ക് ഇട്ടു. ഓക്കെ ആണോ? അതും കൂടി ഞാൻ എന്ത് ചെയ്തു? ക്യൂനകത്തേക്ക് ഇട്ടു. അത്രയും പിടി കിട്ടിയോ? അതായത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഈ 0th ടൈമിൽ P1ന് CPU കൊടുത്തു, 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P1 CPU-നെ വിട്ടുകൊടുത്തു. അത്ര നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളൂ. ആ സമയത്ത് റെഡി ക്യൂവിന്റെ സിറ്റുവേഷൻ ആണ് ഇത്. ഓക്കെ, റെഡി ക്യൂവില് P1 ആയിരുന്നു ആദ്യമേ വന്ന, അതിന് ഞാൻ CPU കൊടുത്തു. പിന്നെ ആ സമയം അത് കംപ്ലീറ്റ് 2 എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് P2 വന്നു, റെഡി ക്യൂവില് P3 വന്നു. അതുകൂടാതെ P1 കംപ്ലീറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ P1നെ എന്ത് ചെയ്തു? ക്യൂനകത്തേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ ഈ ക്യൂവിന്റെ ഇതേ ഓർഡറിൽ എടുത്തു പോകണം. ഓക്കെ, ഇപ്പൊ നമ്മൾ P1 എടുത്തല്ലോ, ഇനി അടുത്ത ആർക്ക് കൊടുക്കണം? P2ന് കൊടുക്കണം. P2ന് അപ്പൊ എപ്പോ സ്റ്റാർട്ട് ചെയ്യും? 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P2ന് കൊടുക്കണം. അതും 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? 2 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4 അല്ലെ? 4 ആയപ്പോ എന്ത് ചെയ്തു? P2 CPU-നെ വിട്ടുകൊടുത്തു. അപ്പോഴത്തേക്ക് ഏത് പ്രോസസ്സും കൂടി എവിടെ വന്നു? P4ഉം കണ്ടോ, ഇവിടെ P4ഉം P5ഉം വന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഏതായിരുന്നു? P2. അത് ബേസ് ടൈം കംപ്ലീറ്റ് ആയോ? ബേസ് ടൈം കംപ്ലീറ്റ് ആയോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ P2നെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? റെഡി ക്യൂനകത്തേക്ക് ഇട്ട് കൊടുത്തു. ആ P2നെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? റെഡി ക്യൂനകത്തേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ എവിടം വരെ എടുത്ത് CPU കൊടുത്ത് ഇവിടം വരെ. ഇനി അടുത്ത ആർക്ക് കൊടുക്കും? ഈ ഓർഡർ തന്നെ പോകണം. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ തന്നെ പോകണം. അടുത്ത ആർക്ക് കൊടുക്കണം? P3ക്ക് കൊടുക്കണം. P3ക്ക് 2 മില്ലി സെക്കൻഡ് കൊടുക്കാനില്ല, കാരണം അതിന്റെ ബേസ് ടൈം 1 ആണ്. അപ്പൊ 5ൽ എന്ത് ചെയ്തു? P3 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ P3നെ നമുക്കൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ, അത് കംപ്ലീറ്റ് ചെയ്തല്ലോ. പിന്നെ ആർക്കാ കൊടുക്കേണ്ടത്? പിന്നെ കണ്ടോ, ഈ P1നാണ് കൊടുക്കേണ്ടത്. കാരണം എന്താ? പിന്നെ ക്യൂല് ആദ്യം വന്ന് കിടക്കുന്നത് ആരാണ്? P1 ആണ്. അതുകൊണ്ട് P1ന് ബാക്കി എത്ര 2 മില്ലി സെക്കൻഡല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 2 മില്ലി സെക്കൻഡ് കൊടുത്തേ, 2 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞപ്പം 7ൽ കംപ്ലീറ്റ് ചെയ്ത് വിട്ടു. ആ സമയത്ത് P1 കംപ്ലീറ്റ് ആയില്ലല്ലോ, 1 മില്ലി സെക്കൻഡ് കൂടെ ചെയ്യാനില്ലേ. അതുകൊണ്ട് ഞാൻ P1ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു? റെഡി ക്യൂനകത്ത് കിട്ടും. കംപ്ലീറ്റ് ചെയ്യാത്തതിന് നമ്മൾ റെഡി ക്യൂനകത്ത് ഇട്ടിട്ട് പോകണം. P1ന് ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ വരെ നമ്മൾ എടുത്തു വന്നത്. അതിന് അടുത്ത ആർക്ക് കൊടുക്കണം? P4ന് കൊടുക്കണം. P4ന് എത്ര വേണം? 2 മില്ലി സെക്കൻഡ് മതി. അതുകൊണ്ട് P4 9ൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ആർക്ക് കൊടുക്കും? P5. ഈ ഓർഡറിൽ തന്നെ പിന്നെ കൊടുത്തു പോകണം. P5ന് 2 മില്ലി സെക്കൻഡ് കൊടുക്കണം. P5 കംപ്ലീറ്റ് ചെയ്യില്ലല്ലോ, ഒന്നും കൂടി ബാലൻസ് വരില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റെഡി ക്യൂനകത്തേക്ക് P5ന് ഇട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ആർക്ക് കൊടുക്കണം? P2 കൊടുക്കണം. കണ്ടോ, ഇവിടെ P2 അല്ലേ പിന്നെ കിടക്കുന്നത്. P2ന് കൊടുക്കാം. പിന്നെ ആർക്ക് കൊടുക്കാം? P1ന് കൊടുക്കാം. പിന്നെ P5ന് കൊടുക്കാം. അപ്പൊ ഈ റെഡി ക്യൂ ഇങ്ങനെ നമ്മൾ ചെയ്തു പോയിട്ടില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർഡറിൽ എന്ത് വരില്ല? ഈ റൗണ്ട് റോബിൻ അൽഗോരിതം വരില്ല. മനസ്സിലായോ? ഇത് ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിളും കൂടെ ഇട്ട് വേണമെങ്കിൽ വീഡിയോ അയച്ചുതരാം. വോയിസ് ഇട്ടാൽ മതിയോ?